ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. ഇത് നമുക്ക് പെട്ടെന്നൊരു മീൻ വറുത്ത് തയ്യാറാക്കി എടുത്താലോ. ഇത് ഇച്ചിരി സ്പെഷ്യൽ മീൻ വറുത്തതാട്ടോ. കുറച്ച് മസാലയൊക്കെ അധികം ഇട്ട് മസാലയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു മീൻ വറുത്തതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതിനുശേഷം ഇതിനായിട്ട് ഇച്ചിരി സ്പെഷ്യലായിട്ട് ഒഴിക്കുന്നത് ഇച്ചിരി വിനാഗിരിയാണ്. അതൊരു 3/4 ടീസ്പൂൺ വിനാഗിരി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങളോടെ അതിനകത്തേക്ക് ചേർത്ത ശേഷം അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ മിക്സാക്കുമ്പോൾ പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, അത് മതിയാവും. കാരണം മീൻ കഴുകി എടുത്തു കഴിയുമ്പോൾ അതിലൊക്കെ കുറച്ച് വെള്ളം കാണുമല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ധാരാളം മതിയാവും. അത് നമ്മുടെ മസാല ആദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ ഒന്ന് നല്ലപോലെ അത് മീൻ കഷ്ണങ്ങൾ അപ്പുറം ഇപ്പുറം ഒന്ന് വരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനിയും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം നല്ലപോലെ 2 വശത്തും മസാലയെല്ലാം നല്ലപോലെ ഒന്ന് പറ്റുന്ന പോലെ ഇളക്കി കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് കൈ ഉപയോഗിച്ച് മിക്സാക്കി തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം അതൊരു 5 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇനി നല്ലതായിരിക്കും. അങ്ങനെ വച്ച ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു രസമായിരിക്കും. അതായത് കരിഞ്ഞൊന്നും പോവില്ല. അതിൻ്റെ ഒരു ബ്രൗൺ കളറൊക്കെ വന്ന് നല്ല രസമായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഒരു രസമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരു വശം മൂത്ത ശേഷം മറ്റേ വശം തിരിച്ചിടുക. അങ്ങനെ 2 വശവും നല്ലപോലെ മൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ കപ്പയുടെ കൂട്ടത്തിലോ കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ മോരൊക്കെ ഒഴിച്ചുള്ള ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞത് വിനാഗിരി കേട്ടോ. അതിൻ്റെ പകരം നിങ്ങൾക്ക് നാരങ്ങാനീര് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.